ശൈശവവിവാഹ കേസുകളിൽ പോക്സോ നിയമം ചുമത്തില്ലെന്ന് വയനാട് ജില്ലാ കളക്ടർ. പോക്സോ ചുമത്തപ്പെട്ടതിനാൽ വയനാട്ടിൽ 60ഓളം യുവാക്കൾ തടവ് ശിക്ഷയും നിയമ നടപടികളും നേരിടുന്ന സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമായതോടെയാണ് തീരുമാനം. നിയമം ആദിവാസികൾക്കെതിരെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നാരോപിച്ച് കൽപ്പറ്റ കോടതിയിലേക്ക് സാമൂഹ്യ പ്രവർത്തകർ ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചു. വയനാട്ടിൽ മാത്രം ശൈശവ വിവാഹ കേസിൽ ജയിലിലായത് 11 ആദിവാസി യുവാക്കളാണ്. ഗോത്രാചാരപ്രകാരം വിവാഹം ചെയ്യുന്നവരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും ഉണ്ടാകാറുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനുദ്ദേശിച്ച് പാസാക്കിയ പോക്സോ നിയമം ചുമത്തി വന്നിരുന്നു. ഇതേ തുടർന്നാണ് 60ഓളം ആദിവാസി യുവാക്കൾ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജയിലിലടക്കലല്ല, ബോധവൽക്കരണമാണ് മാർഗമെന്ന് ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ പ്രവർത്തകരും രാഷ്ട്രീയ സംഘടനകളും രംഗത്ത് വന്നിരുന്നു. പ്രതിഷേധങ്ങൾ ശക്തമായതോടെയാണ് ജില്ലാ കളക്ടറുടെ തീരുമാനം. വളരെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രമേ അതിൽ കൺസേൺ സെക്ഷൻ പോക്സോ ആവശ്യമില്ല, പിന്നെ കൂടി ചൈൽഡ് മാരേജ് ആക്ട് വരും. അതിൽ പിന്നീട് സപ്പോസ് മെഡിക്കൽ ഡിറ്റർമിനേഷൻ ഓഫ് മെഡിക്കൽ ഏജ് എങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് വിധേയമാക്കാം. ഇതെല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് ഏത് കേസിൽ ഏത് ആക്ട് വേണം ആ ആക്ട് മാത്രമേ വരാൻ വേണ്ടി കൃത്യമായിട്ട് എസ് പിക്ക് നിർദ്ദേശത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിനിടെ കേസുകളിൽ ഉൾപ്പെട്ടവരും പൊതുപ്രവർത്തകരും കൽപ്പറ്റ പോക്സോ കോടതിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തക ദയാഭായ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എം ഗീതാനന്ദൻ, CPM ജില്ലാ സെക്രട്ടറി CK ശശീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1 വയനാട്.